السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا إلى ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. അപ്പം നമുക്ക് അൽഹംദുലില്ലാ നമ്മുടെ മീറ്റപ്പിന് ശേഷം ഒരുപാട് ആളുകൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പലരും മീറ്റപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടും പിന്നെ പലരിൽ നിന്നും കേട്ടും കണ്ടും അറിഞ്ഞും ഒക്കെ അൽഹംദുലില്ലാ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ എന്താ കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചധികം കൺഫ്യൂഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം ഒന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ആദ്യം ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു പുതിയ ആൾക്കാർക്ക്. എന്നിട്ട് കൂടുതൽ സംശയങ്ങൾ, അതായത് സംശയങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനെ കുറിച്ച് കോഴ്സിന്റെ നടത്തിപ്പിനെ കുറിച്ചും ഒക്കെ സംശയങ്ങളുള്ളവർക്ക് മാത്രം, അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ സംശയങ്ങളോ മറ്റ് ദീനിയായ ഫിഖിയായ സംശയങ്ങളോ ഒന്നുമല്ല. കാരണം അത്രയും സ്കോപ്പ് ഇപ്പോൾ തൽക്കാലം നമുക്കില്ല. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ആൾക്കാർ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് നമ്മൾ ഈ കോഴ്സുകൾ ഇപ്പം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പറയാൻ പോകുന്ന കോഴ്സുകളുടെയും ക്ലാസ്സുകളെയും കുറിച്ച് ഉള്ള സംശയങ്ങൾ, എങ്ങനെയാണ്, എപ്പോഴാണ്, ടൈം എന്താണ്, അല്ലെങ്കിൽ എക്സാം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയാനുള്ള ഗ്രൂപ്പാണ്. അല്ലാതെ പേഴ്സണൽ ഡൗട്ട്സ് ചോദിക്കാനുള്ളതല്ല. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ചോദിച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യുക. ആ ഗ്രൂപ്പിൽ നിൽക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ അതിനകത്ത് ഒരുപാട് നമ്മുടെ ടീച്ചേഴ്സും ഗ്രൂപ്പ് ലീഡേഴ്സും ഒക്കെ ഉണ്ട്. ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെ ആൻസർ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ ആൻസേഴ്സ് തരും ഇൻഷാല്ലാ. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ഇൻഷാല്ലാ. ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് വലിച്ചു നിട്ടാണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് പോവാം ഇൻഷാല്ലാ. ഒരു മിനിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നൂറുസുദരി തഫ്സീർ ക്ലാസ്സിനെ കുറിച്ച്, പിന്നെ ഇൽം ടു അമൽ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ അല്ലെങ്കിൽ തുടങ്ങാൻ പോണ കാര്യം, പിന്നെ അഖീദ ഫൗണ്ടേഷൻ കോഴ്സ്, ഇതിന്റെ കൂടെ തന്നെ തുടങ്ങിയത് കൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. മിഷ്കാത്തിൽ നടക്കുന്ന ക്ലാസ്സുകൾ, റബിയു ഖൽബി അറബിക് ക്ലാസ്, ഇത് നമ്മൾ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് മീറ്റപ്പിന് ഇടയ്ക്ക് അനൗൺസ് ചെയ്തതുകൊണ്ട് അതും കുറെ സംശയങ്ങൾ വരുന്നുണ്ട്. പിന്നെ നൂറുസുദരി ഹിഫ്ദ് ഗ്രൂപ്പ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാൻ വേഗം പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പം നൂറുസുദരി തഫ്സീർ ക്ലാസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളത് ശരിക്കും ഒരു ഫുൾ വീക്ക് സിസ്റ്റമാണ്. വെറുതെ ഒരു ക്ലാസ് എടുത്ത് പോക്കല്ല, നിങ്ങൾ ഒരു ഫുൾ വീക്ക് എൻഗേജ് ചെയ്യുന്ന പോലെയാണ്. എന്നാലും ഒരുപാട് സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ലൈവ് എന്ന് പറയുന്നത് ശരിക്കും ബുധനും വ്യാഴവും ആണ്. എല്ലാ ആഴ്ചയിലും ബുധനും വ്യാഴവും ഇന്ത്യൻ സമയം രാവിലെ 6:30. ഇവിടെ പറയുന്ന സമയങ്ങളൊക്കെ ഇന്ത്യൻ സമയമാണ് കേട്ടോ. അപ്പം ഇന്ത്യൻ സമയം രാവിലെ 6:30 ലൈവ് ഉണ്ടായിരിക്കും. ചിലപ്പം 3 ആയത്ത് 4 ആയത്ത്, ആയത്തിന്റെ വലിപ്പത്തിനും കണ്ടന്റിനും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ ഒരായത്ത് തന്നെ 2-3 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തേക്കാം. ഡിപ്പെൻസ്, ആയത്തിന്റെ കണ്ടന്റിനനുസരിച്ച് നീളങ്ങൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ആദ്യം വാക്കർത്ഥങ്ങളും അതിന്റെ ചെറിയ തോതിലുള്ള ഗ്രാമർ കാര്യങ്ങളും പറയും. പിന്നെ തഫ്സീർ, അതിന്റെ വിശദീകരണം, ഓരോ തഫ്സീർ മുഫസ്സിറുകൾ പറഞ്ഞതിന്റെ ഒരു സമ്മറിയാണ് പറയാം. അല്ലാതെ ഇന്ന ആള് ഇന്നത് പറഞ്ഞു, ഇന്ന ആള് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഹെവി ആയിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള രീതിയിലല്ല ഈ കോഴ്സ് കൊണ്ടുവന്നത്. കാരണം പലരും അത് വന്ന് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ആ റെഫറൻസ് പറയുന്നില്ല. നമുക്ക് റെഫറൻസിനേക്കാളും ഇവിടെ ആവശ്യം നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്. ഓക്കെ, അപ്പം നമ്മളെ അധ്യാപകർ ആ റെഫറൻസുകളൊക്കെ എടുത്ത് അതിന്റെ സമ്മറി പഠിപ്പിച്ചു വെച്ചതാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു റെഫറൻസ് സ്റ്റൈലില് ഏത് മുഫസ്സിർ ഏത് ഗ്രന്ഥത്തിൽ ആര് പറഞ്ഞു ആ രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു കോഴ്സല്ല ഇതെന്ന് ക്ലിയർ ആക്കി പറയണം. അപ്പം അതിന്റെയൊക്കെ, അതായത് തഫ്സീറിന്റെ ഒരു സമ്മറി മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓരോ ആയത്തുകളിലും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പല പണ്ഡിതന്മാർ പല തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച, കൂടുതലും ഇബ്നു കസീറിന്റെയും ഇമാം സഅദിയുടെയും തഫ്സീറിനെ ബേസ് ചെയ്തിട്ടാണ്. ചില കാര്യങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ മാത്രം വേറെ ആരുടെയെങ്കിലും റെഫർ ചെയ്യും. അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ സാഹചര്യങ്ങളിൽ അതെടുത്ത് പറയാറുമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് തഫ്സീർ. പ്ലസ് അതിനുശേഷം ലെസൺസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഓരോ ആയത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ
നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ്. ചിലപ്പോൾ നമ്മളെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം അല്ലെ, നമ്മൾ ഓരോരുത്തരും ലൈഫിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു തഫ്സീറാണ്. അതുപോലെ നിങ്ങൾ പലപ്പോഴും മറ്റ് തഫ്സീർ ക്ലാസ്സുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റൈലിൽ പോണ ക്ലാസ് അല്ല ഇത്. ഇവിടെ പഠനം എന്ന് പറയുന്നത് പോലും നമ്മൾ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാന്നുള്ള പഠനത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അപ്പം അതാണ് തഫ്സീർ ലൈവ്. മോസ്റ്റ്ലി ബുധൻ വ്യാഴം തന്നെയാണ്. എന്തെങ്കിലും കാരണവശാൽ ഇതിലൊരു ദിവസം മിസ്സായാൽ വെള്ളി എടുക്കാറുണ്ട് രാവിലെ 6:30. ഇനി രാവിലെ 6:30 പലരും വന്ന് പരാതി പറയാറുണ്ട്. സമയം ശരിയാണ്, ആർക്കും പറ്റാത്ത സമയം തന്നെയാണ്, മക്കളെ സ്കൂളിലായിക്കൊക്കെ വേണം. പക്ഷേ നമുക്ക് വേറെ ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെക്കോർഡിംഗ് കേട്ടാൽ മതി. റെക്കോർഡിംഗ് മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക്, അതായത് സബ് ഗ്രൂപ്പുകളുണ്ട്. സബ് ഗ്രൂപ്പുകളെ കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തത്, ഈ ബുധൻ വ്യാഴം എടുത്ത ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഞായർ രാത്രി 9, ഇതുവരെ തിങ്കൾ രാവിലെ ആയിരുന്നു. ഇനി മുതൽ നമ്മൾ ഞായർ രാത്രി 9 മുതൽ പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാ നോക്കട്ടെ, അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കാം. അപ്പൊ ഞായർ രാത്രി 9 മണി മുതൽ ചൊവ്വ രാവിലെ 6 മണി വരെ ടെസ്റ്റിന്റെ ലിങ്ക് ഓപ്പൺ ആയിരിക്കും. ഗൂഗിൾ ഫോം ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോയാൽ മതി. ഒന്നും എഴുതുകയും ബൈഹാർട്ട് പഠിക്കുകയും വേണ്ട. ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം ഇൻഷാ അള്ളാ. അപ്പം അത്രയും സമയത്തിനുള്ളിൽ ഈ കഴിഞ്ഞ ആഴ്ച പഠിച്ച ക്ലാസ് കേട്ടോ നോട്ട് എഴുതിയോ എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അതുപോലെ. നോട്ട്സിനെ കുറിച്ചും ഞാൻ പറയാം. നോട്ട്സും ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട്. ഓക്കെ. ഇനി ചൊവ്വ രാവിലെ 6 മണിക്ക് എക്സാം ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബിന്റെ റെക്കോർഡിങ്ങിന്റെ താഴെ ആ ലിങ്ക്, അതായത് ആ എക്സാമിന്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ എക്സാം എഴുതാം. ആദ്യം എക്സാം എഴുതുന്നതും രണ്ടാമത് എക്സാം എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ സബ് ഗ്രൂപ്പുകളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ. ഇനി അടുത്തത് ചൊവ്വ രാവിലെ 6 മണിക്ക് ടെസ്റ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ചൊവ്വാഴ്ച രാവിലെ 6:30, എല്ലാ ആഴ്ചയൊന്നുമില്ല, പലപ്പോഴും നമ്മൾ പറ്റുന്നതിനനുസരിച്ച് ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കാറുണ്ട്. ആ സ്പെഷ്യൽ ക്ലാസ് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം ഇത് സുബ്ഹാനല്ലാഹ് തഫ്സീറാണ്, അല്ലെ, ഖുർആനാണ്. ഖുർആൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കലാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പലർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് ഒരു ടൈറ്റായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ പോലെ ക്ലാസ് വെക്കാറുണ്ട്. അതല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും ടെസ്റ്റുകളെ കുറിച്ചുള്ള അവലോകനം, കൂടുതലും ഗ്രാമർ ടെസ്റ്റ് വരുമ്പം അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇനി അതല്ലാത്ത വേറെ ടെസ്റ്റ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യും. അതും അല്ലെങ്കിൽ ഗ്രാമർ ടിപ്സിന്റെ ഒരു ക്ലാസ് ഉണ്ട്. ഗ്രാമർ ടിപ്സിന്റെ ക്ലാസ് നമ്മൾ ഏകദേശം 12 ക്ലാസ് കഴിഞ്ഞു. 12 അല്ല, 13 ക്ലാസ് കഴിഞ്ഞു. ഇതിൽ ഓരോ 4 ക്ലാസ് കഴിയുമ്പോഴും ഒരു എക്സാം വെച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാർക്ക് അതെങ്ങനെ എടുക്കാന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അള്ളാ. ഇനി ചൊവ്വാഴ്ച നമ്മുടെ മെയിൻ ഗ്രൂപ്പ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെയിൻ ഗ്രൂപ്പ് ലോക്ക്ഡ് ആണ്, അഡ്മിൻ ഓൺലി ആണ്. ചൊവ്വാഴ്ച മെയിൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. ഫുൾ ഡേ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ആയത്തിനെ കുറിച്ചുള്ള റിഫ്ലക്ഷൻ, അത് നമ്മളെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ആ ഒരു ആയത്തുമായിട്ട് ജീവിതത്തിന് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അനുഭവം പങ്കുവെക്കാൻ, അല്ലെങ്കിൽ വേറുള്ളവർക്ക് ഒരു ടിപ്പ് കൊടുക്കാൻ, അതെങ്ങനെ ചെയ്യാം, അങ്ങനെ എന്തും നമുക്ക് ആയത്തിനെ കുറിച്ചുള്ള ചിന്തകൾ. കാരണം നമുക്കൊക്കെ പറ്റിയിട്ടുള്ള പ്രശ്നം, ഇതുവരെ ദീനിന്റെ കാര്യത്തിൽ പറ്റിയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൂട് തല്ലിക്കൂട് തല്ലിക്കൾ. അത് ആ പഠിച്ച് ബൈഹാർട്ടാക്കി പഠിച്ച് 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 മുന്നോട്ട് പോകാൻ വെച്ചാൽ എവിടെയോ പഠിപ്പും നമ്മുടെ ജീവിതവുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയി പോകുന്നുണ്ട്, അല്ലെ. പലപ്പോഴും പലരും പറയാറുണ്ട്, ഒരു വലിയ ഖുർആൻ ക്ലാസ് എന്നിട്ട് ഓലെ കളി കണ്ടില്ലേ, അല്ലെ, ഒരു ചെയ്യുന്നത് കണ്ടില്ലേ. അത് നമ്മൾ പഠിച്ചത് ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ നമുക്ക് അറിയാത്തത് കൊണ്ടോ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള ആ ഒരു ഐഡിയയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചിന്തിച്ചേ മതിയാവും. ചിന്തിക്കണം, സംസാരിക്കണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ഇവിടെ. ഈ ഖുർആൻ തന്നെ പഠിക്കുന്നവരും അത് ചിന്തിക്കുന്നവരാണെങ്കിൽ അവരുടെ ഇടയിൽ പറയാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അങ്ങനെ പറഞ്ഞ് 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 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തു പോയിട്ടും ഇത് പറയാം. അപ്പം അതിനു വേണ്ടി നമ്മൾ തുറന്നു വെക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അൽഹംദുലില്ലാ കുറേ ആളുകൾ സംസാരിക്കാറുണ്ട്. അവർക്കൊക്കെ ഇപ്പൊ സംസാരിക്കാൻ, കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുമുണ്ട്. നമുക്ക് ഖുർആൻ സംസാരിക്കണം. അപ്പം അതിനുവേണ്ടി ചൊവ്വാഴ്ച മെയിൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് വെക്കും. ഇപ്പൊ നമുക്ക് 3 ഗ്രൂപ്പുകളായി. മുമ്പൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങോട്ടും ഈ ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഇനി എത്രത്തോളം അതൊക്കെ പോസിബിൾ ആണെന്ന് അറിയില്ല. എന്നാലും നല്ല റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യും. പക്ഷേ എല്ലാം ഒന്നും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഓരോ ഗ്രൂപ്പും അവനവന്റെ രീതിയിൽ ആക്റ്റീവായിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗപ്പെടുത്താം. ഓക്കെ. അപ്പം ഒരു മിനിറ്റ്.
ഇതിൽ ഞാൻ 2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ഞാൻ പറഞ്ഞു ടെസ്റ്റ് എങ്ങനെയാ എഴുതാന്ന്. പുതിയ ആളുകൾക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു മലയായിട്ടൊക്കെ തോന്നില്ല. ഞാൻ എക്സാം എഴുതൂല, എക്സാം എന്ന് പറഞ്ഞാൽ പേടിയാ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ടെസ്റ്റിനെ സമീപിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ശ്രമിക്കാം. ചെറിയൊരു സ്ലോ ഉണ്ട്. ഓക്കെ, സ്ക്രീൻ കാണാലോ അല്ലെ? ആരെങ്കിലും ഒരാൾ ചാറ്റിൽ ഒന്ന് കൺഫേം ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. അപ്പം ഇത് നമ്മുടെ ഒരു സാമ്പിൾ ടെസ്റ്റ് ആണേ. അപ്പം ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അല്ലാത്ത ടെസ്റ്റ് ഇപ്പം ഇതിന്റെ ടൈറ്റിലകത്ത് നമ്മൾ കൊടുക്കും ഏതൊക്കെ ആയത്തുകളാണ് ടെസ്റ്റ്, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കും. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. നമ്മൾ ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യരുത്. ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ, നിങ്ങളുടെ ഫോണിൽ വെച്ചോ, നിങ്ങൾ റെഫർ ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ ഷെയർ ചെയ്യരുത്. കാരണം ഇതേ ടെസ്റ്റുകൾ വെച്ച് വേറെ പലരും എക്സാം എഴുതുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഇനി ടെസ്റ്റിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ റോൾ നമ്പർ ആയിരിക്കും. റോൾ നമ്പറിനെ കുറിച്ച് ഞാൻ സബ് ഗ്രൂപ്പിൽ പറയാം. നിങ്ങൾക്ക് റോൾ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റോൾ നമ്പർ എഴുതുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, NS വെച്ചിട്ടാണ് നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവുക. അതിൽ N-ഉം S-ഉം ക്യാപിറ്റൽ ലെറ്റർ ആവാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂല. റോൾ നമ്പർ ഇല്ലാത്തവർ NS0 എന്ന് എഴുതാം. റോൾ നമ്പർ ഉള്ളവർ നിങ്ങളുടെ റോൾ നമ്പർ എഴുതാം. ഓക്കെ, ഇനി ഇതുവരെ നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നില്ല. ഇനി ഗ്രൂപ്പ് നമ്പർ ഉണ്ടാവും. കാരണം ഗ്രൂപ്പ് വെച്ച് എത്ര ആളുകൾ ഗ്രൂപ്പിൽ എഴുതി എന്ന് നമുക്ക് അറിയണം നിർബന്ധമായിട്ടും. അതിനാണ് നമ്മൾ ഗ്രൂപ്പ് നോക്കുന്നത്. അപ്പം ഗ്രൂപ്പ് നമ്പർ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ 1-എന്നോ 2-എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ G1 G2 ഏതാണോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, ഇനി ഗ്രൂപ്പും റോൾ നമ്പറും, അതായത് സബ് ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് G0 എന്ന് എഴുതാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പം റോൾ നമ്പറും ഗ്രൂപ്പ് നമ്പറും ഇല്ലാത്തവർ NS0 എന്ന് എഴുതാം, ഉള്ളവർ ആ നമ്പർ എഴുതാം. ഇത് എന്തിനാ ഇല്ലാത്തത് എന്തിനാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സബ് ഗ്രൂപ്പുകൾ ഉള്ളത് കുറച്ച് സീരിയസ് ആയിട്ട് ഇതിനെ റെഗുലർ ആയിട്ട് എടുത്ത് പഠിച്ച് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സബ് ഗ്രൂപ്പ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ്, നിങ്ങൾ സബ് ഗ്രൂപ്പുകളിലൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് മെയിൻ ഗ്രൂപ്പിൽ നിന്ന് ക്ലാസ് കേട്ട് എക്സാം എഴുതിയിട്ട് പോവാം. അതിന് അതിൻ്റെതായ നെഗറ്റീവ് സൈഡ് ഉണ്ട്, അതെന്താന്ന് പറഞ്ഞുതരാം ഇൻഷാല്ല. അപ്പം സബ് ഗ്രൂപ്പും ഇതും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ NS0 G0 എന്ന് എഴുതി പോവാ. ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക. ഓക്കെ, പേര് കഴിയുന്നത് നിങ്ങൾ ഫുൾ നെയിം കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതാൻ സമയത്ത് അതൊരു ഹെൽപ്പ് ആവും. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ കറക്റ്റ് വാട്സപ്പ് നമ്പർ തന്നെ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ കറക്റ്റ് കൊടുക്കുന്നില്ല, അത് യൂട്യൂബിൽ പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട്. ഓക്കെ, നിങ്ങളുടെ കറക്റ്റ് വാട്സപ്പ് നമ്പർ തന്നെ കൊടുക്കുക. എന്നാൽ നമുക്ക് എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും എളുപ്പമുണ്ടാവും ഇൻഷാല്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്താണ്, ഓപ്ഷൻസ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അത് ആ കഴിഞ്ഞ ആഴ്ച എടുത്ത ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും. ആർക്കാണ് അള്ളാഹു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച അയാൾക്ക് അവൻ മതപരമായ വിജ്ഞാനം നൽകുന്നതാണ്. ഖുർആൻ അവതരിപ്പിച്ചത് എത്ര കാലം കൊണ്ട്. ഞാനിതൊന്ന് തെറ്റിച്ചു കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തെറ്റായ ഉത്തരങ്ങൾ മനസ്സിലാക്കാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 23 വർഷം എന്നുള്ള 23 മാസം എന്ന് കൊടുക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ പേര് അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്രയും. ഇതായത് ഇപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് സാമ്പിളിന് 3 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഇതിൽ 15 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 15-ല് ഒരു ആദ്യത്തെ 7-ഓ 8-ഓ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഒരു 8 ക്വസ്റ്റ്യൻ തഫ്സീറിന്നും 7 ക്വസ്റ്റ്യൻ ഗ്രാമർ ടിപ്സിൽ നിന്നുമാണ്, അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു രീതിയിൽ 15 ക്വസ്റ്റ്യൻ മിക്സ് ആയിരിക്കും. ഇനി ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ പേടിയാവണ്ട, അതിനെങ്ങനെ എടുക്കാമെന്നും കൂടെ പറഞ്ഞുതരാം. അപ്പം അത്രയും 15 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾക്ക് തദബ്ബുർ സെക്ഷൻ ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പം ആ ടെസ്റ്റിനാണെങ്കിൽ മാർക്കൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് പോയാൽ മതി. എൻ്റെ ഒരു അഭിപ്രായം അതോ എന്തിനാ പിന്നെ മാർക്കില്ലെങ്കിൽ എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ലെങ്കിലും തദബ്ബുർ സെക്ഷനിലെ ടെസ്റ്റ് നിങ്ങൾ എന്തായാലും എടുക്കാൻ ശ്രമിക്കുക. കാരണം അത് മുഴുവനും നമ്മളോട് തന്നെയുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഈ ഒരു ആയത്തിൽ പഠിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിയോ, അല്ലെങ്കിൽ എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് പഴയ ആ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം, അത് മിസ്സാക്കിയ ശരിക്കും ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. അതുകൊണ്ട് നിർബന്ധമായി തന്നെ ഞാൻ പറയാണ്, തദബ്ബുർ സെക്ഷൻ ക്വസ്റ്റ്യൻസ് എഴുതുക. അപ്പം ഉണ്ടെന്ന് കൊടുക്കുക. ഇല്ലാന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഉണ്ടെന്ന് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്താണ് എന്നുള്ളത്. അവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഈ സെക്ഷന് മാർക്കുകൾ ഉണ്ടായിരിക്കുന്നില്ല. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഉത്തരങ്ങൾ ശരിയോ തെറ്റോ എന്ന് കാണാവുന്നതാണ്. ഇവിടെ ഞാൻ ഇത് വെറുതെ ഇട്ടതാണ് ഈ ഒരു ചോദ്യം. പക്ഷേ തദബ്ബുർ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്
ശരിക്കും നമ്മളെ പിടിച്ചു നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഞാൻ എന്നെ തന്നെ പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് അത് ഇടാറ്. നമുക്ക് മാറാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻസ് അതിന് നിങ്ങൾ ഇനി എന്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ അതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇടാറുണ്ട്, പറയാൻ താല്പര്യമില്ല എന്ന്. കാരണം നമ്മൾ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ആ തെറ്റ് തിരുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ആ തെറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം എന്നില്ല അല്ലേ. പറയാൻ താല്പര്യമില്ല എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ഇടാറുണ്ട്. സ്ക്രീൻ കാണുന്നില്ല, കാണുന്നുണ്ടോ? അല്ല, ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ട്, കാണുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്താൽ ശരിയാവുമായിരിക്കും കേട്ടോ, ഇൻഷാ അള്ളാ. അപ്പം ഒരു നിർബന്ധവും ഇല്ല ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണമെന്ന്, നമ്മൾ ഈ തെറ്റ് ചെയ്യുന്നുണ്ടോന്ന്. അതുകൊണ്ട് അങ്ങനെയും ഒരു ഓപ്ഷൻ ഇടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു വിഷയമേ അല്ല, ആ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുക. അതുകൊണ്ട് ഈ സെക്ഷൻ മിസ്സാക്കാതിരിക്കുക. അപ്പം അതിൽ ചിലപ്പം ഒരു 4, 5 ചിലപ്പോൾ നമ്മളെ കണ്ടന്റിനനുസരിച്ചായിരിക്കും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് എത്രത്തോളം ചേഞ്ച് ആവാനുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതിനനുസരിച്ചായിരിക്കും. അത് ടിക്ക് ചെയ്തതിന് ശേഷം ഫൈനലി നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ മാഷാല്ലാ നിങ്ങൾ പരീക്ഷ പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങളുടെ മാർക്കുകളും ശരിയുത്തരങ്ങളും കാണാൻ താഴെ വ്യൂ സ്കോർ, ഇവിടെ വ്യൂ സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവും. പിന്നെ ഉത്തരങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്, ഇതൊരു അമാനത്തായി കരുതുക. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഫോണിൽ വെക്കുക, ഷെയർ ചെയ്യരുത്, എവിടെയും ഷെയർ ചെയ്യരുത്. കാരണം എല്ലാവർക്കും ഇതേ ടെസ്റ്റുകൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഇല്ലേ? സൗണ്ട് ഓക്കെയാണ്. ഓക്കെ, അപ്പം ഇല്ലാത്തവരൊക്കെ ഒന്ന് നിങ്ങളുടെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ട്രൈ ചെയ്യട്ടോ ഇൻഷാല്ലാ. അങ്ങനെ അത് കഴിയുമ്പം ഞാൻ പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്താലും നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഓക്കെ പ്ലീസ്. ഇനി വ്യൂ സ്കോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 3 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു ആദ്യത്തെ ക്വസ്റ്റ്യൻസിനെ മാർക്കുള്ളൂ, അതിൽ 3-ൽ 1 തെറ്റാണ്. അതുകൊണ്ട് ടോട്ടൽ പോയിന്റ്സ് 2. ഇത് നിങ്ങൾ കണ്ടെന്ന് ഉറപ്പ് വരുത്തിയാലേ നിങ്ങളെ ടെസ്റ്റ് സബ്മിറ്റഡ് ആവുന്നുള്ളൂ. ഓക്കെ, ഇത് കാണാതെ പകുതി വെച്ച് നിർത്തിയിട്ട് മാർക്ക് എത്രയാണോ ഒന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ഇത് ചോദിക്കുന്നവർ, അത് നിങ്ങളുടെ സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് ആണെങ്കിലും ഞാനാണെങ്കിലും ഇനി ആരാണ് ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നെങ്കിലും അവരുടെ അടുത്ത് ഇതുപോലെ ഒരു 100 ആൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓരോ മിനിറ്റും വാല്യുബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ പണി വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റോൾ നമ്പർ കിട്ടിയ ഒരു കറക്റ്റ് റോൾ നമ്പർ എഴുതുക. നിങ്ങളുടെ ഒരു റോൾ നമ്പർ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. പലരും വന്ന് പറയാറുണ്ട്, ഞാൻ അവിടെയായിരുന്നു, അതുകൊണ്ട് റോൾ നമ്പർ എവിടെയോ എഴുതി വെച്ചതാണ്, എനിക്ക് മറന്നുപോയി എന്ന്. ശരിക്കും നിങ്ങൾ ആ ഒരു ഇതിന്റെ പേരിൽ വേറൊരാളുടെ എത്രത്തോളം സമയമാണ് നിങ്ങൾ കളയുന്നത്. അതൊരു പക്ഷേ ഒരാൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ഒരുപാട് ആൾക്ക് ഒരു ഹയർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാമായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളാണ് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാവുന്ന ഹയർ തടയുന്നത് എന്ന് ഓർക്കുക. അതുകൊണ്ട് നമുക്ക് തന്ന ഒരു 4 ഡിജിറ്റ് അല്ലെങ്കിൽ NS എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം 1, 2, ഒരു 3 നമ്പർ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റൂലെങ്കിൽ എത്രത്തോളാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ഹയർ തടയുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് റോൾ നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതുക, ഗ്രൂപ്പ് നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതുക. മുമ്പ് നമ്മൾ അതൊക്കെ കറക്റ്റ് എഴുതിയിട്ടില്ലെങ്കിലും നമ്മളായിട്ട് കറക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സ്ട്രിക്റ്റ് ആണ്, റോൾ നമ്പറും ഗ്രൂപ്പ് നമ്പറും കറക്റ്റ് ആയിട്ട് എഴുതുന്നവരുടെ റിസൾട്ടുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഒരു 20-30 എക്സാം എഴുതിയിട്ട് 1 റോൾ നമ്പർ എഴുതാത്തതിന്റെ പേരിൽ പോയി എന്നേ പറയാനുള്ളൂ. അത് നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ അല്ലെ, അവർ പബ്ലിക് എക്സാം എഴുതുമ്പോൾ റോൾ നമ്പർ തെറ്റി എഴുതി കഴിഞ്ഞാൽ ആരും ആൻസർ പബ്ലിഷ് ചെയ്യൂല, അത് വിത്ത് ഹെൽഡ് ആയിരിക്കും ആൻസർ. പിന്നെ ഇവിടെ എന്താ ഇത്ര ലാഘവം അല്ലെ, അതിനേക്കാളും ആ 10ാം ക്ലാസ്സിലെ പരീക്ഷനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അവനവന്റെ ആവശ്യമായിട്ട് മനസ്സിലാക്കി സീരിയസ് ആയിട്ട് എടുത്ത് റോൾ നമ്പേഴ്സ് സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് തരുമ്പം അത് പഠിച്ചു വെച്ചോ എഴുതി വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ ഇൻഷാല്ലാ. അപ്പം മാർക്ക് ഞാൻ പറഞ്ഞു 2 ആണ്. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ആൻസർ ശരിയാണെന്ന് കാണിക്കുന്നുണ്ട്, പച്ച കളർ ടിക്ക് ഉണ്ട്. സെക്കൻഡ് ആൻസർ കണ്ടോ, ഖുർആൻ അവതരിപ്പിച്ച എത്ര കാലം കൊണ്ട്, ഞാൻ എഴുതിയ ആൻസർ 21 മാസം എന്നുള്ളത് തെറ്റാണ്. കറക്റ്റ് ആൻസർ 23 വർഷമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ ശരിയോ തെറ്റോ എന്ന് കാണാം. തെറ്റാണെങ്കിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് കാണാം. ഇത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇതിന് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ നോക്കിക്കോ. പക്ഷെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, ടീച്ചർ അതൊന്ന് പറഞ്ഞുതരോ, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, എന്റേത് ഏതാ തെറ്റിയതെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലെ ഗ്രൂപ്പിൽ 2500 ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരു 300-400 ആൾക്കാരെങ്കിലും എക്സാം എഴുതുന്നുണ്ട് അല്ലെ. അതിനകത്ത് ഒരു 10 പേര് വന്ന് ചോദിച്ചാൽ തന്നെ ഈ നിങ്ങൾ എഴുതിയ ഫോം ഏതാന്ന് കണ്ടുപിടിച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ നമ്പർ തപ്പിപ്പിടിച്ച് അയക്കാന്ന് പറയുന്നത്
ഒരു 5 മിനിറ്റിന്റെങ്കിലും പണിയാണ്. ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് പോലും നമുക്ക് ചിലപ്പം വേറെ വാല്യുബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ഓരോരുത്തരും അവനവന്റെ ഈ ഒരു ഫോമിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എന്നാലും ഒരുപാട് തവണ ആളുകൾ വന്ന് വീണ്ടും 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 ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനിയെങ്കിലും ചിന്തിക്കുമ്പം എല്ലാരെ കുറിച്ചും ചിന്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് എത്രത്തോളം ഉത്തരവാദിത്തം ഉണ്ട് മരിക്കുന്നതിന്റെ അടുത്ത് ചെയ്ത് തീർക്കാൻ എന്നുള്ളത് ആലോചിക്കുക. ഞാനും എന്റെ ആഹ്റം അല്ല, നമുക്ക് പലരുടെ ആഹ്റത്തിലും നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഖലീഫയായിട്ടാണ് അയച്ചിട്ടുള്ളത്. ഞാനും എന്റെ കുടുംബം, എന്റെ ആഹ്റം, എന്റെ ഹിദായത്തെന്ന് മാത്രം ചിന്തിക്കാതിരിക്കുക. നമുക്ക് ഒരുപാട്, ഏറ്റവും മിനിമം നമുക്ക് മറ്റുള്ളവരുടെ സമയം നമ്മളായിട്ട് കളയാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, സംശയങ്ങൾ ചോദിക്കുന്ന കാര്യമൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അതായത് എക്സാമിന്റെ സംശയങ്ങൾ ചോദിക്കുന്ന കാര്യം പലരും അതെന്താണ് ഇത് ഞാൻ എഴുതിയത് കറക്റ്റ് ആണല്ലോ എന്ന് വന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ആ ക്ലാസ് ഒന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ അവർ എഴുതിയത് എന്തുകൊണ്ടാ തെറ്റാന്ന് അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ എനിക്ക് സമയമില്ലാഞ്ഞിട്ടാണ്. അതായത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് റിവിഷനൊക്കെ ചെയ്യാൻ, സുബ്ഹാനല്ലാഹ് പണ്ട് റിവിഷനും ചെയ്യാറുണ്ടായിരുന്നു, സബ് ഗ്രൂപ്പിൽ ഡിസ്കസ് ഒക്കെ ചെയ്തതിന് ശേഷം ആ ക്ലാസ് ഒന്നും കൂടെ വേണമെങ്കിലും അതൊന്നും കൂടെ റെഫർ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് സമയമില്ല. അപ്പൊ ആലോചിക്കുക, എല്ലാവർക്കും ഇതേപോലെ സമയമില്ലായ്മയുണ്ട്, എല്ലാവർക്കും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആവശ്യം എന്ന് മാത്രമല്ല, നമ്മളിത് പഠിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട്. എപ്പോഴാണ് നമ്മൾ മാറിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് ഏറ്റവും മിനിമം മറ്റുള്ളവരുടെ സമയം കളയാതിരിക്കുക. ഞാനിത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രക്ക് വീണ്ടും 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 പറഞ്ഞു കൊടുത്തിട്ടും ആളുകൾ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിന്റെയും എന്റെയും സമയം കളയുന്നുണ്ട്, പറയാതെ വയ്യ. ഓക്കെ, ഇത് ഇബാദത്ത് തന്നെയാണ്. നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത് നമ്മൾ ക്ഷമയോടുകൂടി പറഞ്ഞു തരാറുണ്ട്, അത് ഇബാദത്താണ്. പക്ഷെ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ പോലും തുലാസിൽ കനം തൂങ്ങുന്ന ഇബാദത്ത് ചെയ്താൽ നമുക്ക് അതല്ലേ നല്ലത് അല്ലേ? ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും 1000 ആൾക്ക് ഒന്നിച്ചു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുന്നതാണെങ്കിൽ അതല്ലേ നല്ലത്? അപ്പോൾ നിങ്ങൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ വീണ്ടും ചോദ്യം ചോദിക്കുമ്പോൾ അത് എനിക്ക് ഒന്നും കൂടെ ആ ക്ലാസ് കേട്ട ഉത്തരം കിട്ടുന്നതാണെങ്കിൽ അതല്ലേ നല്ലത്. എന്റെ സമയം എനിക്ക് സേവ് ചെയ്യാം, അവരുടെ സമയം സേവ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ തെറ്റിക്കഴിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള പഠിത്തമാണ്. നമുക്ക് തെറ്റ് വരുത്തിയിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് തെറ്റിക്കോട്ടെ, ഇതിന്റെ മാർക്കൊന്നും ആരും ശ്രദ്ധിക്കേണ്ട, തെറ്റ് വരുത്തി പഠിക്കാൻ വേണ്ടി തയ്യാറാവാം. പിന്നെ തദബുർ സെക്ഷൻ്റെത് ഇപ്പം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഏത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാലും ശരിയാന്നാ കാണിക്കുക. ഞാൻ പറഞ്ഞു തദബുർ സെക്ഷനെ സംബന്ധിച്ചിടത്തോളം ആൻസർ ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് ചെയ്ത് കഴിഞ്ഞാലും ശരി തന്നെയാണ് തദബുറിൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം അതാണ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷന്റെ കാര്യം. ഞാൻ വേറെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇവിടെ ഒന്ന് കാണുമ്പോൾ പറയണേ, കാണുന്നുണ്ടോന്ന്. ഇൻഷാ അല്ലാഹ്. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷന്റെ കാര്യം നോക്കാം. നിങ്ങൾ ഏതൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ആൻഡ്രോയിഡിലും ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. മെയിൻ ഗ്രൂപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മെയിൻ ഗ്രൂപ്പിന്റെ തൊട്ട് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അത് കുറച്ച് ലോങ് ആയതുകൊണ്ട് നിങ്ങൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഷെഡ്യൂൾ ഉണ്ടാവും. ലൈവ് ക്ലാസ് വെനസ്ഡേ ടു ഫ്രൈഡേ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. എക്സാം മൺഡേ എന്നുള്ളത് നമ്മൾ തിരുത്തും. ഇപ്പൊ സമയം കറക്റ്റ് എഴുതും. സൺഡേ ടു ട്യൂസ്ഡേ മോർണിംഗ് എന്നുള്ളത്. പിന്നെ സ്പെഷ്യൽ ക്ലാസ് ട്യൂസ്ഡേ, ഗ്രൂപ്പ് റിഫ്ലക്ഷൻ ട്യൂസ്ഡേ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇൻ സബ് ഗ്രൂപ്പ് വെനസ്ഡേ ടു സൺഡേ. അതായത് നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സബ് ഗ്രൂപ്പുകളിൽ അടുത്ത എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ചോദ്യങ്ങൾ പലരും പോസ്റ്റ് ചെയ്യും, അത് എൻകറേജ് ചെയ്യുന്നുണ്ട്. കഴിയുന്നവരൊക്കെ ചെയ്യാം. മറ്റുള്ളവർ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതൊരു റിവിഷൻ പോലെ ഹെൽപ്പ് ആവും. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ജോയിനിങ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അവർക്ക് കൊടുത്താൽ മതി. ഇതിനു വേണ്ടിയിട്ടും നിങ്ങൾ ഇതുപോലെ വേറുള്ളവരുടെ സമയം കളയാതിരിക്കാൻ ശ്രമിക്കുക. അത്രയ്ക്ക് ഹാൻഡി ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനോ സബ് ഗ്രൂപ്പ് ലീഡേഴ്സോ ഹെൽപ്പ് ചെയ്യൂട്ടോ, ഹെൽപ്പ് ചെയ്യാതിരിക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്വയം മനസ്സിലാക്കി ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മളെ മക്കളെ വീട്ടിൽ വായിൽ ഒഴിച്ചു കൊടുത്ത് വഷളാക്കുമ്പോൾ നമ്മൾ അവരുടെ കപ്പാസിറ്റി, അവരുടെ കഴിവാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. എല്ലാം വായിൽ ഒഴിക്കുമ്പോൾ നിങ്ങളെ കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. അതേസമയം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് തടയുകയും ചെയ്യാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി നിന്ന് നമ്മൾ
ഉഷാറായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തം ഉണ്ട്. ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നമുക്ക് പരമാവധി ചെയ്യണം. അതിന് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉത്തരവാദിത്തം ഉണ്ട്. ഇവിടെയുള്ള ഓരോരുത്തർക്കും, ആരും ഇവിടെ ചെറിയ കുട്ടിയൊന്നുമല്ല. ഓക്കെ, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യുന്നവരാണെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടിയ ആളുകൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഗ്രൂപ്പ് ജോയിനിങ് ലിങ്ക് ഞാൻ പറഞ്ഞു. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് കോപ്പി ചെയ്ത് അവർക്ക് കൊടുക്കുക, അവർ ജോയിൻ ചെയ്തോട്ടെ. മെയിൻ ഗ്രൂപ്പിലേക്ക് 3ലേക്കുള്ള ക്ഷണമാണ്. മെയിൻ ഗ്രൂപ്പ് 1ഉം 2ഉം ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് ആ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂല. ഞാനൊരു കാര്യം ചെയ്യാം, 1ലും 2ലും 3യുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് 1ലും 2ലും ഉള്ളവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇനി ഇതുവരെ എടുത്ത ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ ജുസ് 1 എടുത്ത എല്ലാ ക്ലാസ്സുകളും 1 by 1 ആയിട്ട് ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഞാൻ അതിലേക്ക് പോണില്ല, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഖുറാനിക് ഗ്രാമർ ടിപ്സ് പ്ലേലിസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ എടുത്ത ഗ്രാമർ ടിപ്സിന്റെ ക്ലാസ്സുകൾ ഏകദേശം 13 ക്ലാസ്സും ഇവിടെ 16 വീഡിയോ എന്ന് നിങ്ങൾ കാണുന്നത് വെച്ചാൽ 13 ക്ലാസ്സും 3 എക്സാമിന്റെ ഡിസ്കഷനും, അങ്ങനെ 16 വീഡിയോസ് ഇതിനകത്ത് ഉണ്ടാവും. ഇനി ഇതുവരെ എടുത്ത ക്ലാസിന്റെ നോട്ട്സ് ഇത് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് പോവുക. നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് ഇല്ലെങ്കിൽ അത് നിങ്ങളെ ബ്രൗസറിൽ കാണിക്കും, പക്ഷെ ഗൂഗിൾ ഡ്രൈവ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം ഇത് ടീച്ചർ നോട്ട്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അതിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഇത് മുഴുവനും നമ്മൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകളുടെ നോട്ട്സ് ആണ്. 1 മുതൽ 83 വരെയുള്ള ടീച്ചർ നോട്ട്സ്, അതായത് ഞാൻ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്ന നോട്ട്സ് ക്ലാസ് എടുക്കുമ്പോൾ. മനസ്സിലായി? ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാം. ഇനി അടുത്ത ലിങ്ക് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് നോട്ട്സ് ആണ്. ഓക്കെ, ടീച്ചർ നോട്ട്സ്, സ്റ്റുഡന്റ് നോട്ട്സ്. പ്രായമുള്ളവര്, ഇത് വായിക്കാൻ അറിയാത്തവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിന്റെ അടുത്ത് നിങ്ങളെ വീട്ടിൽ മക്കൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് തന്നെയുള്ള ആരെങ്കിലും നിങ്ങൾ ചാറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹെൽപ്പിനാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അഡ്മിൻസിന് ആരെങ്കിലും കോൺടാക്ട് ചെയ്യും. വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ട് വേണ്ട, അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യാം. എല്ലാ മെയിൻ ഗ്രൂപ്പിലും കുറേ അഡ്മിൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു അഡ്മിനെ കോൺടാക്ട് ചെയ്യുക, പ്രായമുള്ളവർ നിങ്ങൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഇത് സ്റ്റുഡന്റ് നോട്ട്സ് ആണ്. നമുക്ക് മാഷാ അല്ലാഹ് നല്ല രീതിയിൽ നോട്ട്സ് എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഷാനിബയുടെ കാര്യം എടുത്ത് പറയണം. റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇതുവരെ എഴുതി തന്നിട്ടുണ്ട്, പറയും എഴുതാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ മൂപ്പര് എഴുതുന്ന നോട്ട്സ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അത് വെച്ച് വായിച്ചിട്ട് എക്സാം എഴുതാവുന്നതാണ്. ആ എക്സാം എഴുതുന്നതിന് മുമ്പ് എന്തായാലും ആ ഒരു ദിവസത്തിനുള്ളിൽ എന്തായാലും നോട്ട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഗ്രൂപ്പിലും ഷെയർ ചെയ്യും. ഇതൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് ഈ സംഭവങ്ങളൊക്കെ. എന്നാലും നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇത് വേണം തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കോൺടാക്ട് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ ഇത് മറ്റേ ഗ്രാമർ ടിപ്സിന്റെ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ നോട്ട്സ് ആണ്. എല്ലാം അവിടെ സബ്ജക്റ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. വേർഡ് ഗ്രാമർ ടിപ്സിന്റെ നോട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അതും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് എടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ടച്ച് ചെയ്യാം, ഒരു ആക്സസ് പ്രശ്നവും വരില്ല. ഏത് കാലത്തും ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക, പരമാവധി ഉപയോഗപ്പെടുത്തുക, പഠിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പുകളിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യം തോന്നുന്നത് അതുപോലെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി ഇത് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. തിരിച്ച് നമുക്ക് പ്രസന്റേഷനിലേക്ക് പോവാം. അപ്പം നമ്മളെ ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ക്ലാസ്സിന്റെ ഷെഡ്യൂള് മനസ്സിലായിട്ടുണ്ടാവും, എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതായത് നോട്ട്സ്, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അത്രയാണ് കാര്യങ്ങൾ.
എക്സാമിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല. വെറുതെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കുറച്ച് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. മാർക്ക് കുറഞ്ഞോട്ടെ, എന്നാലും ആ എക്സാം എഴുതുമ്പോണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ എക്സാമിന് 5 മാർക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അടുത്ത എക്സാമിന് നിങ്ങൾക്ക് 10 വാങ്ങണം എന്ന് തോന്നും, നിങ്ങൾ എഴുതും. എന്നാൽ അത് എഴുതാൻ പേടിച്ചിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം അത്. അതുകൊണ്ട് എന്തായാലും പേടിക്കാണ്ട് എല്ലാവരും എക്സാം ആദ്യത്തെ 2-3 വെറുതെ അങ്ങോട്ട് എഴുതുക, ക്ലാസ് കേൾക്കുക, വേണമെങ്കിൽ നോട്ട്സ് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് അത് വായിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ ഇരുന്ന് നോട്ട്സ് ഒന്നും എഴുതണ്ട. ഷാനിബ എഴുതിയ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് എക്സാം അങ്ങ് എഴുതുക. സമയമൊന്നും ഒരുപാട് കളയണ്ട. അങ്ങനെ ഒരു 3 എക്സാം നിങ്ങൾ എഴുതി കഴിയുമ്പോൾ 4ാമത്തെ എക്സാം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ച് എഴുതും. അതും തദബ്ബുറിന്റെ സെക്ഷൻ മിസ്സാക്കാതെ തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി സബ് ഗ്രൂപ്പുകളുടെ കാര്യം, റൂൾ നമ്പേഴ്സിന്റെ കാര്യം. സബ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഴ്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏതായത്തിൽ വേണമെങ്കിലും വന്ന് കയറിയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ആ ആയത്ത് കഴിയുമ്പോൾ പഠിപ്പ് നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തി നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. ഒരു നിർബന്ധങ്ങളും ഇല്ല. ഒരു നിർബന്ധങ്ങളും ഇല്ല, എളുപ്പമാണ്. അതേപോലെ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് സബ് ഗ്രൂപ്പുകളും റോൾ നമ്പേഴ്സും. അതായത് എനിക്കിത് ഒരൊറ്റ എക്സാം മിസ്സാക്കാതെ കാര്യങ്ങൾ പഠിക്കണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വേറെ വരുന്നുണ്ട്, അത് നമുക്ക് വേറെ എടുക്കാം. അപ്പം എനിക്ക് കറക്റ്റായിട്ട് തഫ്സീർ പഠിച്ചിട്ട് പോകണം, തദബ്ബുർ കിട്ടണം, അങ്ങനെയുള്ള നിർബന്ധമുള്ള ആളുകൾക്ക് നമ്മൾ സബ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സബ് ഗ്രൂപ്പിന്റെ ആഡ് ആവാനുള്ള ലിങ്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ ഇടും. താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. സബ് ഗ്രൂപ്പിൽ ആഡ് ആവുന്നവർക്കൊക്കെ റോൾ നമ്പർ കൊടുക്കും എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഗ്രൂപ്പ് നമ്പർ, റോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് എക്സാം എഴുതാം. ഇനി ഞാൻ പറഞ്ഞു കുറേ തിരക്കുള്ളവരുണ്ട്, എനിക്ക് അതിനൊന്നും സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് വേറെ കോഴ്സുകളുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് സബ് ഗ്രൂപ്പും വേണ്ട റോൾ നമ്പറും വേണ്ട, നിങ്ങൾ ഈ NS0യും G0 ഇട്ട് എക്സാം എഴുതി അങ്ങ് പൊക്കോ. ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സബ് ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മളെ ലീഡേഴ്സ് പിന്നാലെ ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ തിരക്കാണ്, എക്സാം എഴുതാൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിച്ചാലും അവർ വന്ന് ഒരു 2 മിനിറ്റ് അല്ലേ എഴുതിക്കൂടെ എന്ന് ആ ഒരു വർത്താനം കൊണ്ട് നിങ്ങൾ അത് എഴുതിപ്പോവും. അങ്ങനെ നമ്മളടുത്ത് ഒരാൾ പറയാനില്ലാത്തപ്പോൾ നമ്മൾ ജീവിതമാണ്, തിരക്കാണ്, ഓർമ്മ ഉണ്ടാവില്ല എക്സാമിന്റെ കാര്യം, അത് മിസ്സായാൽ അടുത്ത ആഴ്ച വിചാരിക്കും അല്ലാ കഴിഞ്ഞ ആഴ്ചത്തെ അത് എഴുതിയിട്ടില്ലല്ലോ, ഇനിയിപ്പോ എങ്ങനെയാ നമുക്ക്. കാരണം നമ്മളെ മനുഷ്യന്റെ ഉള്ളിൽ ഇബ്ലീസ് ഇട്ട് തരുന്ന വേറൊരു സാധനമാണ് ഈ പെർഫെക്ഷൻ തോട്ട്, കംപ്ലീഷൻ തോട്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലേ കാര്യം നടക്കുള്ളൂ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ ഒരു എക്സാം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ കാരണം പറഞ്ഞ് ഇങ്ങനെ മിസ്സായി പിന്നെ നമ്മൾ കംപ്ലീറ്റ് അതിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്നും ഇല്ല, ഞാൻ എന്തായാലും പഠിക്കും, ഞാൻ ഭയങ്കര കൺസിസ്റ്റന്റ് ആണ്, അങ്ങനെ ഇബ്ലീസിന്റെ കെണിയിലൊന്നും ഞാൻ വീഴൂല എന്ന് ഉറപ്പുള്ളവർക്ക് സബ് ഗ്രൂപ്പിന്റെ ഒന്നും ആവശ്യമില്ല. മാഷാഅല്ലാഹ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, മാഷാഅല്ലാഹ്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മളെ ഗ്രൂപ്പിലും ഉണ്ട്, അല്ലാതെ പുറത്തും അങ്ങനെ പഠിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അതൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഇബ്ലീസിന്റെ കെണിയിൽ പെട്ടുപോകും. ഒരു എക്സാം ഞാൻ തിരക്ക് പിടിച്ച് എഴുതാതിരുന്ന അടുത്ത് ഞാൻ എഴുതാതാവുന്നുണ്ടെങ്കിൽ സജഷൻ എന്താണ്, സബ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് തരാം. സബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോൾ നമ്പർ തരും. റോൾ നമ്പർ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. ഈ പറഞ്ഞ പോലെ റോൾ നമ്പർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമുകൾക്ക് നമ്മൾ മന്ത്ലി റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഇപ്പം അൽഹംദുലില്ലാ ജുസു 1 കഴിഞ്ഞപ്പോൾ ജുസു 1 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോൾ നമ്പേഴ്സ് വെച്ചിട്ടാണ് റിസൾട്ട് എടുക്കുക, അല്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. റോൾ നമ്പർ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമിന് തെറ്റിച്ചാലും ഞാൻ ഒരു എക്സാമിനല്ലേ എഴുതാതിരുന്നുള്ളൂ നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം 100-500 ആൾക്കാരുടെ റിസൾട്ട്, അതും 10-30 എക്സാമിന്റെ റിസൾട്ട്, ഞങ്ങളും മനുഷ്യന്മാരാണ്, ഞങ്ങൾ മെഷീനെ ഡിപ്പെൻഡ് ചെയ്യാണ്. മെഷീന് കറക്റ്റ് നമ്പർ കിട്ടിയാലേ മെഷീൻ എടുക്കുകയുള്ളൂ. അപ്പം കിട്ടൂല ആൻസേഴ്സ്, നിങ്ങളുടെ റിസൾട്ട് അതിനകത്ത് വരൂല എന്ന് പറഞ്ഞാൽ വരൂല, അത്രേ ഉള്ളൂ. നിങ്ങൾ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. റിസൾട്ടുകളുടെ ഒക്കെ ഭാഗമാവാനും ജുസു 2ന്റെ ഇൻഷാ അല്ലാഹ് ജുസു 2ന്റെ ടോപ്പേഴ്സിനൊക്കെ പ്രൈസ് ഒക്കെ കൊടുക്കാനൊക്കെ നിയ്യത്തുണ്ട്. അള്ളാഹു എത്തിച്ചു തരട്ടെ, എല്ലാവർക്കും അള്ളാഹു എളുപ്പാക്കി തരട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെന്നുള്ളവർ റോൾ നമ്പർ എടുക്കുക, സബ് ഗ്രൂപ്പിൽ ഉണ്ടാവുക, കറക്റ്റ് ആയിട്ട് എഴുതുക. ഇനി ഇൻട്രസ്റ്റ് ഇല്ലേ ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് എഴുതാതെ പോവാം. ഇനി സബ് ഗ്രൂപ്പിന്റെ റോൾ നമ്പറിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതുവരെ നമുക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ സബ് ഗ്രൂപ്പും റോൾ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ഓരോ ജുസിന്റെ സ്റ്റാർട്ടിങ്ങിലെ സബ് ഗ്രൂപ്പും റോൾ നമ്പേഴ്സും കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ജുസു 2ന് ഒരു 2 ആഴ്ചത്തെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ നിങ്ങൾക്ക് സബ് ഗ്രൂപ്പ് റിക്വസ്റ്റ് ഗ്രൂപ്പിൽ വേണ്ടവർക്കൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സബ് ഗ്രൂപ്പും റൂൾ നമ്പറും തരും. പക്ഷെ ജുസു 2 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി ജുസു 3 വരെ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റോൾ നമ്പർ ഇല്ലാതെ എക്സാം എഴുതി പോവാ എന്നല്ലാതെ സബ് ഗ്രൂപ്പും റോൾ നമ്പറും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എക്സാം എഴുതിയിട്ട് അടുത്ത പ്രാവശ്യം അതിൽ ജോയിൻ ചെയ്യുക. കാരണം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. നമ്മൾ പുതിയ സ്റ്റെപ്പ് കൊണ്ടുവരാണ്. അള്ളാഹു നിങ്ങൾക്കും ഞങ്ങൾക്കും എളുപ്പാക്കി തരട്ടെ, ലീഡേഴ്സിനും ഒക്കെ. മാഷാ അല്ലാഹ് ഒരുപാട് ലീഡേഴ്സ് ഇതിനു വേണ്ടി മുന്നോട്ട് തയ്യാറായി വന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സമയത്തിലും ഇൽമിലും അമലിലും ഒക്കെ ബർക്കത്ത് കൊടുക്കട്ടെ, ആമീൻ. അപ്പം അതാണ് സബ് ഗ്രൂപ്പിന്റെയും റൂൾ നമ്പേഴ്സിന്റെയും കാര്യം. ഇനി
കുറേ ചോദ്യങ്ങൾ കിട്ടാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു ചോദ്യം മാത്രം ഞാൻ എഴുതി വെച്ചതാണ്. സോറി, ഈ പിക്ചർ എനിക്ക് കളയാൻ മറന്നുപോയതാണ്. സുബ്ഹാനല്ലാഹ്. ജുസു 1 ക്ലാസ് ആദ്യം മുതൽ വീണ്ടും തുടങ്ങുമോ എന്നുള്ളത്. ജുസു 1 ക്ലാസ് ആദ്യം മുതൽ തുടങ്ങാൻ പറ്റൂല. കാരണം അറിയാലോ, ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നതിന്റെ കൂടെ ഇനി പുറമെ ജുസു 1 വീണ്ടും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് തുടക്കം മുതലേ ജുസു 1ന്റെ ക്ലാസ് ഒക്കെ ആർക്കും എപ്പോഴും പഠിക്കാവുന്ന രീതിയിൽ ഓപ്പൺ ആക്കിയിട്ട് റെക്കോർഡിങ്ങും നോട്ട്സും എക്സാമും ഒക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പോവുക, അത് എടുക്കുക, പഠിക്കുക. ഇനി ഒറ്റക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 5-10 പേര് ഗ്രൂപ്പാക്കി ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ഇൽം ടു അമലിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഇത്രയും നാള് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അമലായി വന്ന കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ സീരിയസ് ആയിട്ട് സ്റ്റെപ്പ് എടുത്ത് അമലാക്കി കൊണ്ടുവരണം അല്ലെ. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അള്ളാഹു ഓടിയെടുക്കും. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇൽം ടു അമൽ, അറിവിൽ നിന്ന് അമലിലേക്ക്. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് I2A എന്ന് ഷോർട്ട് ആക്കിയിട്ട് പറയാം. I2A. അപ്പോൾ അതും കുറച്ച് ലോങ് തോന്നുന്നില്ല. അപ്പം ഇൽം ടു അമലിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ജുസു 1നെ അടിസ്ഥാനമാക്കിയിട്ട്, അത് ജുസു 1ന്റെ ഇതുവരെ നടന്ന ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇൽം ടു അമൽ ചെയ്യുന്നത്. അതുകൊണ്ട് ജുസു 1 റിവിഷൻ ചെയ്യേണ്ടവർക്കും ജുസു 1 തീരെ കിട്ടാത്തവർക്കും അത് ഉപയോഗപ്പെടുത്താം. അപ്പം ആഴ്ചയിൽ 2 ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് പോസ്റ്റ് ചെയ്യും. ഇൽം ടു അമലിന് വേറെ തന്നെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഇനിയും ഇടും. താല്പര്യമുള്ളവർക്ക് ആ പോസ്റ്റ് ഒക്കെ വായിച്ച് അതിനകത്ത് എങ്ങനെയാ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും പഴയ ക്ലാസ്സിന്റെ 2 റെക്കോർഡിംഗ് വെച്ച് പോസ്റ്റ് ചെയ്യും. നമ്മൾ ഇൽം ടു അമലിന് ഒരു ജേർണൽ അല്ലെ, ഒരു നോട്ട്ബുക്ക് ഉണ്ട്. ആ നോട്ട്ബുക്ക് വേണ്ടവർക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഇന്നലെ കിട്ടി, ഇനി കിട്ടും ഇൻഷാല്ലാ. ബാക്കിയും കൂടെ ഇന്ന് നാളേക്ക് ആയിട്ട് അയക്കുന്നുണ്ട്. അപ്പം അത് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ അത് യൂസ് ചെയ്യുക. അത് കിട്ടുന്നത് വരെ തൽക്കാലം വേറെ ഏതെങ്കിലും നോട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ അത് മാറ്റി എഴുതിയാലും മതി. അതിന്റെ പേരിൽ നിർത്തണ്ട, നീട്ടി വെക്കണ്ട എന്നാണ് എല്ലാവരുടെയും സജഷൻ. അതുകൊണ്ട് ഇന്ന് തന്നെ ഇൻഷാല്ലാ നമ്മൾ ഇൽം ടു അമലിന്റെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൽം ടു അമലിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. മെയിൻ ഗ്രൂപ്പിൽ ഇൽം ടു അമലിൽ ജോയിൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് അല്ലാതെ വേറെ ഒന്നും പോസ്റ്റ് ചെയ്യൂല. കാരണം മെയിൻ ഗ്രൂപ്പിൽ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും സംശയം വരുന്നുണ്ട്. അതുകൊണ്ട് ഇൽം ടു അമലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും മാത്രമേ മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇൽം ടു അമലിന്റെ എല്ലാ ആക്ടിവിറ്റീസും ഇൽം ടു അമൽ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും. പിന്നെ എന്താണ് അതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ ചൊവ്വ 2 ക്ലാസ് പോസ്റ്റ് ചെയ്യും. പക്ഷെ അതിപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്യുക. തഫ്സീറിന്റെ ഇൻട്രൊഡക്ഷൻ ആദ്യത്തെ 2 ക്ലാസ്സിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇൻട്രോ മാത്രമാണ്. അത് 2 പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചൊവ്വയ്ക്കുള്ളിൽ ഈ ആഴ്ചയൊക്കെ നിങ്ങൾക്ക് വേറെ ക്ലാസ് തഫ്സീർ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് കേൾക്കുക. ആ ജേർണൽ, ആ നോട്ട്ബുക്കിൽ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ എഴുതേണ്ടത് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എഴുതാനുള്ള മിനിമം കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കേൾക്കുക, എഴുതാനുള്ളത് എഴുതുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതിനകത്ത് തൗബ ചെയ്യാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തൗബ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും തൗബ ചെയ്യാനുള്ള കാര്യം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. എന്താന്ന് നമ്മൾ ആരോടും പറയുന്നില്ലല്ലോ, നമ്മുടെ കയ്യിലുള്ള ജേർണലല്ലേ, അത് തൗബ ചെയ്യുക. 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. 1, നിങ്ങൾ കേൾക്കുക. 2, ജേർണൽ എഴുതുക. ജേർണൽ എഴുതാന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമമാണ് എഴുതേണ്ടത്. ഞാൻ അന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. 3, ഒരു പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. 4, അതിനകത്ത് തൗബ ചെയ്യാനുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും തൗബ ചെയ്യുക. ഇതാണ് മിനിമം. ഈ മിനിമം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യൂല, റിയാക്ഷൻസിലുള്ള ടിക്കേ പറ്റുള്ളൂ. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ പോസ്റ്റ് ഒക്കെ വന്നിട്ട് നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അഡ്മിൻ ഓൺലി തന്നെയായിരിക്കും ഇൽം ടു അമൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പം. ഇൻഷാല്ലാ നമുക്ക് ഭാവിയിൽ ചിന്തിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ റിയാക്ഷനിൽ നമ്മൾ ടിക്ക് ചെയ്യൂലേ, ആ ടിക്ക് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, അപ്പം ഒരു ക്വസ്റ്റ്യൻ ഇടും, നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന് നിങ്ങൾ ടിക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും മിനിമം അടുത്ത ചൊവ്വയ്ക്കുള്ളിൽ ചെയ്യേണ്ടത്. 1, കേൾക്കുക, ഈ 2 ക്ലാസ്സുകൾ കേൾക്കുക. 2, ജേർണൽ എഴുതുക. 3, ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിരിക്കണം. 4, തൗബ ചെയ്യാനുള്ള കാര്യങ്ങൾ തൗബ ചെയ്യണം. ഓക്കെ, മാക്സിമത്തിന് ഒരു ലിമിറ്റും ഇല്ല. കാരണം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അതെടുത്ത് വായിച്ചു നോക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യാനും തിരുത്താനും. അത് നമുക്ക് എത്രത്തോളം
ആഗ്രഹമുണ്ടോ അല്ലേ? സ്വർഗത്തില് ജന്നാത്തുൽ ഫിർദൗസിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് എത്തണം എന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടണമെന്ന്, മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് വേർക്കണ്ടെന്ന് എത്രത്തോളം നമുക്ക് ആഗ്രഹമുണ്ടോ അത്രത്തോളം നമുക്ക് ഈ കാര്യങ്ങൾ സീരിയസ് ആക്കി എടുക്കാം. എത്ര പ്രാവശ്യം ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം, എത്ര പ്രാവശ്യം വീണു പോയാലും വീണ്ടും വീണ്ടും തൗബ ചെയ്യാം, എത്ര പ്രാവശ്യം ദുആ ചെയ്യണോ അത്രയും ദുആ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ്, അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു കാര്യം, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇനിയിപ്പോ നിങ്ങൾക്ക് തൗബ ചെയ്യാൻ അതിനകത്ത് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അപ്പോഴും നിങ്ങൾക്ക് ടിക്കയും ഇല്ലാത്തത് കൊണ്ടാണല്ലോ, മനസ്സിലായില്ലേ? അപ്പം കേൾക്കുക, ജേണൽ എഴുതുക, ഒരു പ്രാവശ്യമെങ്കിലും ദുആ ചെയ്യുക. കാരണം ഞാൻ ദുആ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൗബ ചെയ്യാൻ ഉണ്ടെങ്കിൽ തൗബ ചെയ്യുക. ഈ 4 കാര്യങ്ങളും ചെയ്താൽ അടുത്ത ചൊവ്വയ്ക്കുള്ളിൽ ടിക്ക് ചെയ്യാം. ആദ്യമൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും ചെയ്യാൻ. പ്രയാസം എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും, നമുക്ക് എല്ലാ സൈഡിൽ നിന്നും നമുക്ക് പ്രഷറുകൾ വരും, എല്ലാ സൈഡിൽ നിന്നും നമുക്ക് പല പ്രശ്നങ്ങളും ആയിരിക്കും. ഇത് ചെയ്യാതിരിക്കാൻ മാത്രം പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെറൈറ്റി വരും. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ സ്ക്രിപ്റ്റ് എന്താന്ന് തോന്നിപ്പോവും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിൽ കരുതുക. അല്ലാഹുമ്മ ലാ സഹ്ല ദുആ, ആത്മാർത്ഥമായിട്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനുള്ള നിയ്യത്ത് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട്, നല്ല പ്രയാസമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ നിയ്യത്തും ദുആയും ഒക്കെ മുറുകെ പിടിക്കുക. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരും ഒരു 4-5 ആളുകളെ മനസ്സുകൊണ്ട് കൂടെ കൂട്ടതാ. നമ്മൾ 5 പേര് ഒന്നിച്ചാണേ, ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കണമെന്നില്ല. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നീ ചോദിക്കണേ, നീ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുവേ. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കല്ലേ ഒരു ജമാഅത്തിന്റെ ഒരു ബറക്കത്ത് ഉണ്ടാവും. നമുക്ക് വീണ്ടും ഗ്രൂപ്പ് ആക്കാനുള്ള ഒരു സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്, ആളുകളെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗ്രൂപ്പ് ആക്കാത്തത്. അതുകൊണ്ട് നിങ്ങൾ ഇൻഡിവിജ്വലി അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് 4-5 ആളുകൾ ശ്രദ്ധിക്കുക, ഇവരിൽ ടിക്ക് ചെയ്തിട്ടുണ്ടോ, അടുത്ത ചൊവ്വാഴ്ച മുതൽ എന്റെ പാർട്ണർ ടിക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെ. നമുക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ എപ്പോഴും നല്ലതാ. ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവളടുത്ത് ചോദിക്കുക, എന്താ നീ ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നീ ചോദിക്കണേ. ഓക്കെ, നമുക്ക് ഒന്നിച്ച് നിന്നാൽ തന്നെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പം ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന ഇൻടു അമലിന്റെ കാര്യം. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് അഖീദ ഫൗണ്ടേഷൻ കോഴ്സ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കൂടെ വന്നത് കൊണ്ട് ഇത്തിരി കൺഫ്യൂസിങ് ആയിപ്പോയി എല്ലാവർക്കും. പലരും അതെന്താ ഇതെന്താന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. അഖീദ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് ശനിയാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ്. താല്പര്യമുള്ളവർ എടുക്കാന്ന് ഞാൻ പറയില്ല, നിർബന്ധമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ആ ക്ലാസ്സിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ശനിയാഴ്ച എടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പോസ്റ്റുകളും നമ്മൾ നൂറ് സുദരിയിൽ ഇനി പോസ്റ്റ് ചെയ്യൂല. ഓക്കെ, കാരണം കൺഫ്യൂഷൻ ആവും. അത് എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണിക്ക് ഉണ്ടാവും ക്ലാസ്. പക്ഷെ താല്പര്യമുള്ളവർ അവരുടെ ഇൽമു നൂറിന്റെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്യാനുള്ള പോസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ മെയിൻ ഗ്രൂപ്പിൽ ഇടാം. പക്ഷെ അതിന്റെ ക്ലാസ്സുകളോ നോട്ട്സോ ഒന്നും നമ്മൾ നൂറ് സുദരിയിൽ പോസ്റ്റ് ചെയ്യില്ല. നൂറ് സുദരിയായിട്ട് ബന്ധപ്പെട്ട നോട്ട്സും ക്ലാസ്സും മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അപ്പം അതിനൊക്കെ താല്പര്യമുള്ളവർ, ഇനി നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം ആ കോഴ്സിനെ കുറിച്ചും കൂടുതൽ ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല, കാരണം ഒക്കെ ഞാൻ അതിന്റെ ഇൻട്രോയിൽ കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കേട്ടിട്ട് താല്പര്യമുള്ളവരൊക്കെ ആ ലിങ്കിൽ ജോയിൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്തത് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് മിഷ്കാത്തിന്റെ ക്ലാസ്സിനെ കുറിച്ച്. ഒരു മിനിറ്റ്. മിഷ്കാത്ത് ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു പാരന്റ് ഗ്രൂപ്പ് എന്നുള്ളതുപോലെ ആദ്യം തുടങ്ങിയത് മിഷ്കാത്തും യാസീനുമാണ്. പാരലലി 2 കോഴിക്കോട് യാസീനും കണ്ണൂർ മിഷ്കാത്തും തുടങ്ങി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനഹു തആലയുടെ ബർക്കത്തുകൊണ്ട് അത് രണ്ടും അങ്ങനെ വളർന്നു. പിന്നീട് നമ്മൾ ഒന്നായി. അപ്പൊ ഞാനും ഏറ്റവും ആദ്യം ക്ലാസ് എടുത്തത് യാസീനിലാണ്, പിന്നെ മിഷ്കാത്തിൽ വന്ന് ക്ലാസ് എടുത്തു, പിന്നെ നമ്മൾ മേർജായി. അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ നൂറ് സുദരി. അപ്പൊ മിഷ്കാത്തിൽ അന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ സുബ്ഹാനല്ലാഹ് ആഴ്ചയിൽ ദിവസവും ഉച്ചയ്ക്ക് 2:30 ക്ലാസ്സുകളുണ്ട്. പല വിഷയങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. തസ്കിയ ക്ലാസ്സുകളുണ്ട്, പ്ലസ് സീരീസ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതായത് നബിചരിത്രം, തഫ്സീർ തന്നെ എനിക്ക് തോന്നുന്നു ആലിമ്രാന്റെ തഫ്സീർ അല്ലേ ഇപ്പൊ നടക്കുന്നത് അല്ലെ. അങ്ങനെ പല തഫ്സീർ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പിന്നെ തജ്വീദിന്റെ ക്ലാസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെയുള്ള പലരുടെയും റിക്വസ്റ്റ് പ്രകാരം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള സീരീസ് ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. ഇനി ഇൻഡിവിജ്വൽ ടോപ്പിക്സിൽ ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ക്ലാസ്സുകൾ അവിടെ നടക്കാറുണ്ട്. പല ടീച്ചേഴ്സാണ്, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹുമ്മ ബാരിക് ലഹൻ. അപ്പം ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതും ഈ പറഞ്ഞ പോലെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം.
താല്പര്യമുള്ളവർക്കൊക്കെ മിഷ്കാത്തിന്റെ മെയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസമുള്ള ഉച്ചയ്ക്ക് 2:30 ക്ലാസ്സുകൾ കിട്ടും. കാരണം ഈ ഒരു ക്രൗഡിൽ ഒരുപാട് പുറത്തുനിന്നുള്ള ആളുകളുണ്ട്, മിഷ്കാത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അൽഹംദുലില്ലാ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം നമ്മളുടെയൊക്കെ ബേസ് അത് തന്നെയായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ പല വഴിക്ക് പല കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വന്നത്. അപ്പം ഉപകാരപ്പെടുത്തുക, ജോയിൻ ചെയ്യുക. നിങ്ങൾ ചിലർക്ക് ചിലത് വർക്ക്ഔട്ട് ആവില്ല, ന്യൂറോസർജറി വർക്ക്ഔട്ട് ആവാത്തവർ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. പലർക്കും ഓരോരുത്തർക്ക് വർക്ക് ആവുന്നത് ഓരോന്നാണ്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കുക, ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നോക്കുക. ഉച്ചയ്ക്ക് 2:30 വെക്കാൻ കാരണം സ്ത്രീകൾക്ക് പണികളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതിന്റെ മുമ്പേ ഉള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് നല്ല എളുപ്പമുള്ള ഒരു സമയമാണ്. അപ്പൊ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇനി നിങ്ങൾക്ക് പറ്റൂലേ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. എല്ലാം അത്രയേ ഉള്ളൂ കേട്ടോ. അഖീദ ഫൗണ്ടേഷൻ പോലും അത്രയും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ എക്സിറ്റ് ചെയ്യും. ഇവിടെ ഒന്നിനും നിർബന്ധങ്ങളില്ല. ന്യൂറോസർജറി അതെ, ഒന്നിനും നിർബന്ധമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം അതാണ് മിഷ്കാത്തിന്റെ കാര്യം. ഇനി ഈ റബിയോ കൽബിന്റെ കാര്യം നമ്മൾ മീറ്റപ്പിൽ മെൻഷൻ ചെയ്തത് കൊണ്ട് ഞാനൊന്ന് എടുത്തു പറയാണ്. അറബിക് ഗ്രാമറിന്റെ ഡീറ്റെയിൽ ഗ്രാമറുള്ള ഒരു ക്ലാസ് വേറെ നടക്കുന്നുണ്ട്. അത് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് എത്തി, കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ, ഒരു 10-25 സ്റ്റുഡൻസേ ഉള്ളൂ. നമ്മളൊരു ബുക്ക് ഏകദേശം ഒരു 65% ആയി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആരും ജോയിൻ ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ മാഷാ അല്ലാ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഈ ഒരു ബുക്ക് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. നല്ല നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അടിപൊളി ടീച്ചേഴ്സ് ആണ്, മാഷാ അല്ലാ, അല്ലാഹു മുബാരിക് ലഹൻ. അപ്പം അവര് തുടങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടും. അപ്പൊ ജോയിൻ ചെയ്തു. കാരണം ഇപ്പൊ എല്ലാത്തിന്റെയും കൂടെ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ താങ്ങൂല, നമുക്കും താങ്ങൂല, നിങ്ങൾക്കും താങ്ങൂല. അപ്പൊ അതുകൊണ്ട് റബിയോ കൽബി ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽ ഗ്രാമർ പഠിക്കാൻ ആ സമയത്ത് നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ റബിയ കൽബി എന്താണെന്ന് കൂടി പറഞ്ഞു. റബിയോ കൽബി ഞാൻ പറഞ്ഞില്ല, ഗ്രാമറിന്റെ ഡീറ്റെയിൽ ഗ്രാമർ ക്ലാസ് ആണ്. ഗ്രാമറിന്റെ തന്നെ കുറച്ചും കൂടെ, അതായത് ഖുർആനിക് ഗ്രാമർ ആണ് കേട്ടോ. ഖുർആനിലെ ഓരോ വാക്കുകളുടെയും ഘടനകളും അതെങ്ങനെ എന്തുകൊണ്ട് അത് വരുന്നു എന്നുള്ളതും അങ്ങനെ അയച്ച് എന്താ പറയാ, ഖുർആനെ കുറച്ചും കൂടെ നമുക്ക് ഭംഗിയായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഗ്രാമർ വേണം. നമ്മളുടെ ഈ ക്ലാസ്സിന്റെ കൂടെ ഗ്രാമർ ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഡീറ്റെയിൽ ഗ്രാമർ പഠിക്കുമ്പോൾ എല്ലാത്തിനും ഒരു നെക്സ്റ്റ് ലെവൽ ഉണ്ട് അല്ലെ. അതുപോലത്തെ ഖുർആന്റെ ആ ഒരു നെക്സ്റ്റ് ലെവൽ ഭംഗി ആസ്വദിക്കാൻ എളുപ്പമാകുന്ന ഒരു കാര്യമാണ്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തിരി പ്രയാസമായിരിക്കും. പക്ഷേ ആ പ്രയാസം കടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. ഓക്കെ, അപ്പം ഇൻഷാ അല്ലാ നമ്മൾ അതിന്റെ പോസ്റ്റുകളൊക്കെ ഗ്രൂപ്പിലിടും, അപ്പൊ ജോയിൻ ചെയ്യും. പിന്നെ നുറുസദരീന്റെ തന്നെ ഭാഗമായിട്ട് നടക്കുന്ന ഹിഫ്ദ് ഗ്രൂപ്പുകളുണ്ട്. കാരണം പലരും നുറുസദരിയിൽ വന്ന് പെടുന്നത് ഹിഫ്ദ് പഠിക്കാനാണെന്ന് വിചാരിച്ചിട്ടും തജ്വീദ് പഠിക്കാനാണെന്ന് വിചാരിച്ചിട്ടും ഓതി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ ഒന്നും ഓതി കൊടുക്കുന്ന പരിപാടി ഇല്ലേ, ഇവിടെ വേറെ എന്തൊക്കെയോ ആണല്ലോ പറയുന്നത്. തഫ്സീർ എന്ന് വിചാരിക്ക പോലും ചെയ്യാതെ എത്തിപ്പെടുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്, അപ്പൊ ഇവിടെ ഹിഫ്ദ് ഇല്ലേ, തജ്വീദ് ഇല്ലേ? അങ്ങനെയാണ് ഈ തജ്വീദിന്റെ കോഴ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഹിഫ്ദിന് നമുക്ക് ഓൾറെഡി സ്വർഗം എന്ന് പറഞ്ഞിട്ട് സ്വർഗം 1 സ്വർഗം 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, മാഷാ അല്ലാ, സുമയ്യൊക്കെ നടത്തുന്ന. ഇപ്പം നൂറുസദരീന്റെ ഹിഫ്ദിന്റെ റിക്വസ്റ്റുകൾ വന്നപ്പം അതിന് വേണ്ടിയിട്ട് നൂറുസദരീന്റെ ക്ലാസ്സുകളുടെ കൂടെ കൊണ്ടുപോകുന്ന ഹിഫ്ദ് ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പം അതിന്റെ ലിങ്കും ഇൻഷാ അല്ലാ നമുക്ക് പോസ്റ്റ് ചെയ്യാം അല്ലെ നസീറ? അത് റെഡിയാണോ? കുറച്ച് ഓൾറെഡി നടക്കുന്നുണ്ട്, പുതിയ ആൾക്കാർക്ക് ഇൻഷാ അല്ലാ ആർക്കെങ്കിലും വേണമെങ്കിൽ തുടങ്ങാം. പിന്നെ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നടത്തിപ്പിന് നിങ്ങൾ തന്നെ കൂടെ നിൽക്കണം കേട്ടോ. കാരണം നമുക്ക് വേറെ എംപ്ലോയീസും സാലറിയും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളെല്ലാരും കൂടെ നിന്ന് അതങ്ങ് സക്സസ്ഫുൾ ആക്കുക. ലീഡേഴ്സ് ആവാനും നിങ്ങൾ വരിക, അറിയാവുന്നവർ കറക്റ്റ് ചെയ്യാനും വരിക, അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ നിന്ന് അങ്ങ് ചെയ്യാം ഇതൊക്കെ ഇൻഷാ അല്ലാ. അപ്പം അതുപോലെ തയ്യാറുള്ളവരും മുന്നോട്ട് വരാം. ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ലീഡർ ആവാം, ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം, ടെക്നിക്കൽ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും മുന്നോട്ട് വരാം. കാരണം ഇപ്പം കഷ്ടിച്ച് 2-3 ആൾക്കാർ കൂടി നിന്നിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവും, ചിലപ്പം IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നിന്ന് ഇതങ്ങ് സക്സസ് ആക്കാം. നമുക്ക് അങ്ങനെ ഇഹവും പരവും അല്ലെ നേടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും നല്ല രീതിയിൽ തൃപ്തി നേടി അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സലീം ആയ കൽബോട് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് ചെല്ലുന്ന അടിമകളായിട്ട് മാറാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് നമുക്ക് പ്രവർത്തിക്കാം, ഒന്നിച്ച് നിന്നിട്ട്. കാരണം ഒറ്റക്കൊന്നും നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാനേ പോണില്ല, ഭയങ്കര പ്രയാസമായിരിക്കും. നമുക്ക് ഒന്നിച്ച് നിന്ന് ഈഗോ ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാ ചെയ്ത് കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലോസ് ചെയ്യുന്നതിന്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറയാണേ. ഒരൊറ്റ സ്ക്രീനും കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ട് ഒരു കാര്യം പറയാം ഇൻഷാ അല്ലാ. മറന്നുപോയതാണ് നേരത്തെ.
സംശയങ്ങളുള്ളവർക്ക് റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ പറയാട്ടോ ഇൻഷാ അള്ളാ. നമ്മൾ പറഞ്ഞു ജുസ് 2ന്റെ ക്ലാസ്സിന് 2-3 വീക്സ് കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സെപ്റ്റംബർ 2nd വീക്കോട് 2-3 ഇല്ല 2 വീക്സ് സെപ്റ്റംബർ 2nd വീക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സാമുകളിൽ പറഞ്ഞു എന്തായാലും ചെറിയൊരു പോർഷൻ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഒഴിവാക്കി നമുക്ക് ഇട്ടുകൂടാ ടെസ്റ്റ്. കാരണം അതും കൂടെ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു എളുപ്പം, ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ തീരെ ഗ്രാമർ അറിയാത്തവർക്ക് വേണ്ടി ഗ്രാമർ ടിപ്സിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ക്ലാസ്സസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടെന്ന്. അപ്പം ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 2 ആഴ്ചത്തെ സമയത്തിനുള്ളിൽ പെട്ടെന്ന് കേട്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഹെവി കണ്ടന്റ് ഒന്നുമല്ല. ഈ ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു 4 ക്ലാസ് കഴിയുമ്പോൾ ഒരു എക്സാം, പിന്നെ ആ എക്സാമിൻ്റെതാണ് ഈ റിവ്യൂ, എക്സാമിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത 4 ക്ലാസ് 5, 6, 7, 8 കഴിയുമ്പോൾ വീണ്ടും ഒരു എക്സാം, അവിടെ അതിന്റെ റിവ്യൂ. പിന്നെ 9, 10, 11, 12 കഴിയുമ്പോൾ അടുത്ത ഒരു എക്സാം. 13 നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഈ എക്സാമുകൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 1, 2, 3, 4 കേട്ട് കഴിഞ്ഞിട്ട് ഈ 4ന്റെ താഴെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ ടെസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ 4 വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആ ടെസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. കാരണം ഓൾറെഡി ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞല്ലോ, ഗ്രൂപ്പിൽ ഇനിയിപ്പോ ഇതൊന്നും നടത്തുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ 4 ക്ലാസ് കേട്ട് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അഡിക്ഷൻ ആവും, അടുത്തത് പഠിച്ചു നോക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അതുകൊണ്ട് പേടിച്ചിട്ട് ആരും മാറി നിൽക്കട്ടെ, ഈ 4 ക്ലാസ് ഒന്ന് കേൾക്കുക. ഇതിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോട്ട്സിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ആരോടും വന്ന് ചോദിക്കണം, നിങ്ങൾക്ക് സെൽഫായിട്ട് പോയി എടുക്കാവുന്നതാണ്. ഇനി പ്രായമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അഡ്മിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും ഇൻഷാ അള്ളാ. അപ്പം അതേപോലെ അടുത്ത 4 കഴിയുമ്പം ഒരു ടെസ്റ്റ്, പിന്നെ 4 കഴിയുമ്പോൾ ഒരു ടെസ്റ്റ്. ഈ 3 ടെസ്റ്റുകളും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ജുസ് 2ന്റെ സമയമാകുമ്പോഴേക്ക് റെഡിയായി നിൽക്കുകയാണെങ്കിൽ, പുതിയ ആൾക്കാർ റെഡിയായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജുസ് 2ന്റെ എക്സാം ഈസി ആയിട്ട് എഴുതാം. കാരണം ഗ്രാമേഴ്സും നിങ്ങൾ കവർ ചെയ്ത് ക്ലാസ്, ആ തഫ്സീർ ക്ലാസ് അതിനകത്ത് പറയുന്നതും തദബ്ബുറേ വരുള്ളൂ. ഇനി ജുസ് 1 മിസ്സായവർക്ക് വേറെ ഒരു ചാൻസ് ഉള്ളത് ഇൽം ടു അമൽ, നമ്മൾ ജുസ് 1 തന്നെയാണ് എടുക്കുന്നത് അല്ലെ, അതിന്റെ കൂടെ റിവിഷൻ ചെയ്തും പോവാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ജുസ് 1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ, നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി പഠിക്കാവുന്നതാണ്. ഓക്കെ, അത് ആ കാര്യം. പിന്നെ ജുസ് 1 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ യൂട്യൂബിൽ വീഡിയോന്റെ അടിയിൽ ആ ടെസ്റ്റിന്റെ ലിങ്കുകൾ ഉണ്ടാവും. ഓൾറെഡി കഴിഞ്ഞ ടെസ്റ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ടെസ്റ്റിന്റെ ലിങ്ക് ഇതിപ്പം S16, ഇവിടെ നമ്മൾ ആദ്യം എക്സാം ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഈ ഒരു കോഴ്സിന്, പിന്നീടാണ് എക്സാം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 എക്സാം കുറച്ച് ഹെവി കണ്ടന്റ് ആണ്. അതായത് ഫാത്തിഹയും സൂറത്ത് ബഖറയിലെ 7 ആയത്തും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു എക്സാം നടത്തിയത്. ആ എക്സാമിന്റെ ലിങ്ക് ആണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇത് ആ എക്സാമിന്റെ ലിങ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ 8ാമത്തെ ആയത് മുതൽ 20ാമത്തെ ആയത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഒരു ടെസ്റ്റ്, പിന്നെ 21 മുതൽ 29 വരെ ഒരു ടെസ്റ്റ്. ഇതിനുശേഷം നമുക്ക് എപ്പോഴും 2 ക്ലാസ്സിന് ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ ഓരോ 2 ക്ലാസ് കഴിയുമ്പോഴുള്ള ടെസ്റ്റിന്റെ ലിങ്ക് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഒറ്റയ്ക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, ഗ്രൂപ്പായിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അള്ളാ ആവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ സംശയങ്ങൾ ചോദിക്കാം. പ്ലസ് ഞാൻ പറഞ്ഞു നമുക്കൊരു സംശയത്തിന്റെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ വേറെ ഒരു കാര്യവും ചോദിക്കരുത് ദയവ് ചെയ്തിട്ട്. ഫിഖി കാര്യങ്ങളും ഒന്നും നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ ചോദിക്കല്ലേ. കാരണം അത്രയ്ക്ക് നമുക്കിപ്പം ഒരു കപ്പാസിറ്റി ഇല്ല. ഇൻഷാ അള്ളാ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് പിന്നീട് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ് ഗ്രൂപ്പുകളോ റോൾ നമ്പറോ മിഷ്കാത്ത് ക്ലാസ്സുകളോ നൂറുസുദരി ക്ലാസ്സുകളോ ഹിഫ്ദ് ക്ലാസ്സുകളോ ഇതിനായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാം. അവിടെ ഇഷ്ടംപോലെ ലീഡേഴ്സും അഡ്മിൻസും ഒക്കെ ഉണ്ട്. ആരെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യും. എനിക്ക് പറ്റുമെങ്കിൽ ഞാനും അഡ്രസ്സ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യും. എന്തിനാ വെറുതെ ഒരു ഗ്രൂപ്പിന്റെ ഭാരം കൂടെ എടുത്ത് തലയിൽ വെക്കുന്നത് അല്ലേ. ഇൻഷാ അള്ളാ. അപ്പം അൽഹംദുലില്ലാ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.